Hi friends, welcome all. In this video we are going to discuss a problem from the section complex integration, and the question is given by evaluate integral over c x square plus I y square dz where c is the contour given by the figure, and figure is given by c1 is given by 0 to 1 plus I, and c2 from 1 plus I to 1 plus 2I. In order to answer this question, we have to use of two results from complex integration, and the results are given by, the first one is the definition of complex integration is given by if f is a continuous on a smooth curve C given by z of t is equal to x of t plus I y of t a less than or equal to t less than or equal to b, then integral over c f of z into dz equal to integral over a to b f of z of t into z dash of t dt. And the second result is integral over c f of z dz equal to integral over c1 f of z dz plus integral over c2 f of z dz, where c is the union of smooth curves c1 and c2. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് റിസൾട്ടുകളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വണ്ണ് നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷനും, രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത് c1 c2 എന്നുള്ള രണ്ട് കർവുകൾ എടുത്തു. where c is the union of smooth curves c1 and c2. c1 സ്മൂത്ത് ആണ്, c2 സ്മൂത്ത് ആണ്. c1 യൂണിയൻ c2 എന്നുള്ള കർവായിട്ട് cനെ നമ്മൾ ചൂസ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ c എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻ്റഗ്രൽ ഓവർ c1 f of z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2. c1ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, c2ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. where c is the union of two given curves, which is the property of complex integration. complex integration യൂണിയൻ ഓഫ് ടു കർവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് രണ്ടാമത്തെ റിസൾട്ടായിട്ട് പറയുന്നത്. ഒന്നാമത്തെ റിസൾട്ടായിട്ട് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ c1 എന്നുള്ള ഒരു കർവും c2 എന്നുള്ള രണ്ട് കർവുകളും തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദ റിസൾട്ട് ടു ആൻസർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ c എന്നുള്ളത് ആരായിട്ട് മാറും? ഇൻ്റഗ്രൽ ഓവർ c എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ, c എന്നുള്ളത് c1 യൂണിയൻ c2 ആയിട്ട് മാറും. സോ ഇൻ്റഗ്രൽ ഓവർ c എന്നുള്ളത് ഇൻ്റഗ്രൽ ഓവർ c1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2 ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യാം. By definition of complex integration, if t is the parameter and z of t is given by x of t plus I y of t, then integral over c f of z dz equal to integral over a to b f of z of t into z dash of t dt, where t is the parameter from a to b. Here we are given c equal to c1 union c2. c എന്നുള്ളത് രണ്ട് കർവുകളാണ്, c1 യൂണിയൻ c2. വാട്ട് അബൌട്ട് c1? c1 എന്നുള്ളത് 0 എന്ന് തുടങ്ങുന്ന 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ അതിനെ ഓർഡേഡ് പെയർ ആക്കിയിട്ട് നമ്മൾ കോംപ്ലക്സ് പോയിന്റിനെ ഓർഡേഡ് പെയർ ആക്കിയിട്ട് എഴുതാണെങ്കിൽ 1,1 എന്ന് എഴുതാം. 1,1ലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഈ ഒരു സ്മൂത്ത് കർവാണ് c1. ദാറ്റ് മീൻസ് 0,0 സ്റ്റാർട്ട് ചെയ്ത് 1,1 എത്തുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു എക്സ്. ദ ഇക്വേഷൻ ഓഫ് line segment joining 0,0 and 1,1 is given by y is equal to x. So the curve c1 is given by c1 is y equal to x. അങ്ങനെയാണെങ്കിൽ നമുക്ക് z is equal to x plus iy നെ എന്താക്കി മാറ്റാം? z is equal to x plus iy നെ നമുക്ക് x plus i into y നെ x എന്ന് എഴുതാം. x plus ix. z is a function of x. z of x equal to x plus ix. ഇനി വേണമെങ്കിൽ നമുക്ക് എക്സിന് ഒരു ടി എന്നുള്ള പാരാമീറ്റർ കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ടി എന്നുള്ള പാരാമീറ്റർ കൊടുത്താൽ ടി ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പോൾ വി ക്യാൻ ട്രീറ്റ് ഹിയർ എക്സ് ആസ് എ പാരാമീറ്റർ. ഇൻസ്റ്റെഡ് ഓഫ് ടി വി ക്യാൻ ട്രീറ്റ് എക്സ് ആസ് എ പാരാമീറ്റർ, ആൻഡ് ദെൻ z of x is given by x plus i into x. Now we have to find the variation of this parameter x.
നമ്മൾ പാരാമീറ്റർ ആയിട്ട് ചൂസ് ചെയ്തത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടം വരെയെന്ന് അറിയണം. എക്സ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 0 ആൻഡ് എക്സ് എൻഡ് ചെയ്യുന്നത് 1 എന്ന്. ദെർഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Now, integral over c f of z dz is by definition integral over a to b f of z of t into z dash of t dt. So, നമുക്ക് c1 എന്നുള്ള കർവിലൂടെയുള്ള ആൻസർ പറയാം. കൺസിഡർ ദ കർവ് c1. For c1 we have c1ൽ 0 0യും 1 1ഉം പോയിന്റ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് c1 y is equal to x. Therefore we can choose x as a parameter. Then z of x is equal to x plus ix, comma the parameter varying from 0 to 1, and we have to find f of z dz is given by integral over c1 f of z dz is given by integral over a to b. The parameter is from 0 to 1. Integral over 0 to 1 f of z of t. Instead of f of z of t, we have to write f of z of x. F of z of x into z dash of x. Z dash of x is 1 plus. Z of x is here x plus I into x, which comma z dash of x is equal to the derivative of x is 1 and the derivative of x is also 1. Therefore z dash of x is 1 plus I. Therefore z dash of x is 1 plus I dx. That is equal to integral over 0 to 1 f of z of x. എഫ് ഓഫ് സെഡ് ഓഫ് എക്സ് ആരാണ്? എഫ് ഓഫ് സെഡ് ആരാണ് നമുക്ക് തന്നത്? എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് എക്സ് എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ ഇയാളാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ബാക്കി ആരൊക്കെ ഉണ്ട്? 1 പ്ലസ് ഐ ഉണ്ട് താൻ. 1 പ്ലസ് ഐ ഇൻറ്റു ഡി എക്സ്. എക്സിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദെർഫോർ 1 പ്ലസ് ഐനെ എന്താക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം. ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ 0 to 1. സോറി, കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 പ്ലസ് ഐനെ പുറത്തെടുക്കാം. 1 പ്ലസ് ഐ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ 0 to 1. ഈ രണ്ട് ടേമിലും എക്സ് സ്ക്വയർ കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ് സ്ക്വയറിനെ ഔട്ട് സൈഡ് എടുത്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ എഴുതാം. 1 പ്ലസ് ഐ ഡി എക്സ്. ഈ 1 പ്ലസ് ഐനെയും നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആക്കി പുറത്തെടുക്കാം. ആ സമയത്ത് ഇയാൾ ആരായിട്ട് മാറും? 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. 1 plus I whole square into x square dx. That is equal to, what is the integral of x square? X square is x cube by 3 and we are varying integral from 0 to 1. Therefore 1 by 3 minus 0 is equal to 1 by 3. Therefore this will be 1 plus I whole square into 1 by 3. That is equal to 1 plus I whole square by 3. So, ഇത് integral over c of the function f. Integral of the function f over the curve c1 is given by 1 plus I whole square by 3. ഇനി 1 plus I whole square by 3നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 plus I whole square എക്സ്പാൻഡ് ചെയ്താൽ a plus b whole square എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് a square plus 2ab plus a square plus 2ab plus b square. B square is minus 1. Therefore 1 and minus 1 will be cancelled. 1 plus I whole square is 2i. Therefore the final answer is 2 by 3i. Numerator is 2i. Therefore the final answer is 2 by 3i. Hence we have integral over c1 f of z dz equal to 2 by 3i. Let it be equation number 1. Now we can find the integral of f over the curve c2. What is c2? 1 plus I എന്ന് തുടങ്ങുന്നു.
1 പ്ലസ് 2i പാസ് ചെയ്യുന്നു. അതായത് ഏത് പാരാമീറ്റർ ഫിക്സഡ് ആയി? ഈ എക്സ് ഈസ് ഈക്വൽ ടു 1 ഫിക്സഡ് ആയി. എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. വൈ വാരി ചെയ്യുന്നത് എവിടെ നിന്നാണ്? വൈയുടെ ഇനീഷ്യൽ വാല്യൂ വൈ വാല്യൂ 1 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. എക്സ് 1 ഫിക്സഡ് ആണ്, 1 പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. വൈ വാല്യൂ 1 മുതൽ 2 വരെ വാരി ചെയ്യുന്നു. Therefore the y value is from 1 to 2. Please connect and Y varies from 1 to 2. Therefore, for the curve C2, x value is 1 and y value varies from 1 to 2. That will implies, what about x is equal to 1 will implies z is x plus iy. Here x is 1, therefore x will be 1 plus iy. Z is 1 plus iy. Z 1 plus iy ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം z is equal to 1 plus iy. ഇനി നമ്മൾ പാരാമീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് ജസ്റ്റ് വേണമെങ്കിൽ y-ന് t എന്ന് കൊടുക്കുന്ന സമയത്ത് 1 plus it z of t എന്നുള്ളതായിട്ട് 1 plus it വരും. അപ്പോൾ അങ്ങനെ ഒരു പുതിയ പാരാമീറ്റർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ സിംഗിൾ വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് പാരാമീറ്റർ ആയിട്ട് ആരെ ചൂസ് ചെയ്യാം? y-നെ തന്നെ ചൂസ് ചെയ്യാം. Therefore 1 plus iy where y is the parameter. So consider the curve C2. For C2, x is equal to 1. Therefore we can choose y as a parameter. x is equal to 1 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 plus i കിട്ടും. അതുകൊണ്ട് എന്ത് ഈ ടേമിൽ y മാത്രമേ ഉള്ളൂ. y-നെ എന്തായിട്ട് ചൂസ് ചെയ്യാം? പാരാമീറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം. Then z of y is given by 1 plus iy and the parameter y varying from 1 to 2. Okay, now what about z dash of y? Z dash of y equal to 1 plus z dash of y is 1 plus iy. Therefore z dash of y is I. Now integral over C2 f of z dz equal to integral over a to b f of z of y into z dash of y dy. Okay, that is equal to, here the parameter y varying from 1 to 2. Therefore integral from a to b means integral from 1 to 2. And what about f of z of y? F of z of y, here z of y is 1 plus y and f of z is x square plus iy square. Here x square means 1 square plus iy square. Therefore f of z is 1 plus iy square. F of z is 1 plus iy square and z dash of y is I. Therefore z dash of y is I into dy. That is equal to integral over 1 to 2. If we taking I outside, this integral will become integral 1 to 2 1 plus I y square dy. That is equal to I into, what about integral over 1 plus I y square dy? We can split this integral as integral over 1 to 2 dy plus I into integral over y square dy for 1 to 2. എന്താ ചെയ്തത്? രണ്ട് ഫങ്ഷൻസ് ആക്കി ട്രീറ്റ് ചെയ്തു. 1 plus iy സ്ക്വയറിനെ ഫസ്റ്റ് 1 ഇൻറ്റു dy ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ജി എന്നുള്ള റിസൾട്ടാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തത്. ആൻഡ് രണ്ടാമത്തതിൽ ഐ ഇൻറ്റു വൈ സ്ക്വയർ ആണ് ഉള്ളിൽ വരിക. ഐ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് പുറത്ത് വെക്കാം. സോ ദ ഇൻ്റഗ്രൽ ഓവർ 1 to 2 1 plus I y square dy is integral over 1 to 2 dy plus I into integral over 1 to 2 y square dy. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. I into
ഇൻ്റഗ്രൽ ഓവർ 1 to 2 dy. ഡിവൈനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് y വാല്യൂ വരും. y ആൻഡ് ഇൻ്റഗ്രേറ്റ് ഇവരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് y കിട്ടും. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 1 to 2 വരും. 1 to 2 ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് y വാല്യൂ 2 കൊടുക്കുന്ന സമയത്ത് 2ഉം y വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് 1ഉം 2 minus 1 is 1. Therefore I into 2 minus 1 is 1. 1 plus I into integral over 1 to 2 y square dy. y square dy ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് y ക്യൂബ് ബൈ 3 കിട്ടും. y ക്യൂബ് ബൈ 3ൽ നമ്മൾ 1 to 2 കൊടുക്കണം. അതിൽ 1/3 പുറത്ത് വെക്കാം. 1 to 2 കൊടുക്കുന്ന സമയത്ത് 2 ക്യൂബ് 8 വരും. ആൻഡ് 1 കൊടുക്കുന്ന സമയത്ത് 1 ക്യൂബ് 1 വരും. 8 minus 1 7 വരും. Therefore that answer is 7/3. ഇനി ഇതിന് നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ ഇൻറ്റു ഐ, രണ്ടാമത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ ഇൻറ്റു ഐ സ്ക്വയർ വരും, മൈനസ് വരും. -7/3 പ്ലസ് ഐ. ഓക്കെ, സോ വി ഹാവ് ഇൻ്റഗ്രൽ ഓവർ C2 f of z dz ഈക്വൽ ടു -7/3 പ്ലസ് ഐ. Let it be equation number 2. Therefore, we have the integral over C1 and the integral over C2. Therefore, by the result, integral over C, where C is the union of C1 and C2, is given by integral over C1 plus integral over C2. So, the final answer is integral over C f of z dz equal to integral over C1 f of z dz plus integral over C2 f of z dz, that is equal to integral over C1 is 2/3 I minus 7/3 plus I, that is equal to -7/3 plus 2/3 I plus I, and this will equal to 5/3 I. Hence, the integral over C f of z dz is given by -7/3 plus 5/3 I. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ ഓവർ സി എന്നുള്ളത് രണ്ട് കർവുകളുടെ യൂണിയൻ ആയിരുന്നു. ആ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കർവിലും ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്തു. അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ടൻ്റ് കർവിൽ കിട്ടുന്ന ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ മറ്റു പ്രോബ്ലംസുമായിട്ട് മീറ്റ് ചെയ്യാം. ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.